ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെ ഏവരും കാത്തിരിക്കുന്ന അലീനയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വിശേഷത്തിലേക്ക് കിടക്കാം. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ നേരെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കുകയാണ്. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് സ്റ്റാൻലിയും ഔദുക്കുട്ടിയും തമ്മിൽ സംസാരിക്കുന്ന സീനാണ്. അങ്ങനെ സ്റ്റാൻലി ചോദിക്കുകയാണ്, അപ്പച്ചനും അതുപോലെ വൈജയുടെ വീട്ടുകാരും കൂടെ ചേർന്ന്, വൈജിയുടെ വീട്ടുകാരും അപ്പച്ചനും കൂടെ ചേർന്ന് കുറെ കളി ഇതിനിടയിൽ കളിച്ചിട്ടുണ്ടെന്ന് എനിക്ക് അറിയാന്ന് പറയുമ്പോൾ ഔദക്കുട്ടി ചോദിച്ചു, നീ എന്താണ് ഈ പറയുന്നത്? എന്ത് കളി കളിച്ചിട്ടുണ്ടെന്നാണ് നീ പറയുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ഒരു കളി കളിക്കാനും നിന്നിട്ടില്ല, ആരുടെ അടുത്തും ഞാൻ അതിന് നിന്ന് കൊടുത്തിട്ടുമില്ല. പിന്നെ ഞാൻ അവിടെ ഇല്ലാത്ത സമയം നോക്കി അവിടെ നമ്മുടെ വൈജയനെ പിടിച്ചോണ്ട്, ആഗ്രയിൽ നിന്ന് പിടിച്ചോണ്ട് അവര് പോണമെങ്കിൽ അത് നിങ്ങൾ കളിക്കാതെ ആവില്ലല്ലോ. ഞാൻ അവിടെ ഇല്ലെന്നും ഞാൻ ആ ഒരു സമയത്ത് എന്റെ വീട്ടില് എന്റെ അമ്മച്ചി വയ്യാതെ കിടക്കുന്ന ആ ഒരു സ്ഥലത്താണെന്നും ഒക്കെ അവരറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്റെ വീട്ടിൽ നിന്നും പോയതായിരിക്കുമല്ലോ, അല്ലാതെ വേറെ എവിടെ നിന്നും അവരറിയില്ലല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇതിന് പിന്നില് അപ്പച്ചനും കളിച്ചിട്ടുണ്ട്. എന്റെ പൊന്ന് സ്റ്റാൻലി, സ്റ്റാൻലി എന്നല്ലാട്ടോ ലാലിച്ചെന്നാണ് വിളിക്കുന്നത്. എന്റെ പൊന്ന് ലാലിച്ച, അങ്ങനെ ഒരു കളി കളിക്കേണ്ട ഒരാവശ്യം എനിക്കില്ല. പിന്നെ എന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചു ചോദിച്ചു, നിങ്ങളുടെ മകൻ ഞങ്ങളുടെ മകളെ വിവാഹം കഴിച്ചത് നിങ്ങൾ അറിഞ്ഞുകൊണ്ടാണോ? അപ്പൊ ഞാൻ പറഞ്ഞു, ഒരിക്കലും ഞാൻ അത് അറിഞ്ഞിട്ടുമില്ല, ഞാൻ അത് നടത്തി കൊടുക്കത്തുമില്ല. അറിഞ്ഞെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു വിവാഹം നടത്തി കൊടുക്കത്തുമില്ലെന്നാ ഞാൻ അങ്ങോട്ടേക്ക് പറഞ്ഞത്. അല്ലാതെ ഒരിക്കലും നീ എവിടെ ഉണ്ടെന്നോ അല്ലെങ്കിൽ നീ അവിടെയാണെന്നോ നീ അങ്ങോട്ട് കയറി പോകുന്നില്ലെന്നോ എന്നോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞപ്പം അവരെന്ത് ചെയ്തെന്ന് എനിക്ക് അറിയത്തുമില്ല. പിന്നെ ഒരു സുപ്രഭാതത്തിൽ എന്നോട് വിളിച്ച് ചോദിച്ചു, സ്റ്റാൻലി എവിടെയാണ്, അവനിപ്പോ എവിടെയാണുള്ളതെന്ന്. ഞാൻ പറഞ്ഞു, എന്റെ കെട്ടിയോളെ ചിന്നമ്മ അസുഖമായിട്ട് കിടക്കാണ്, അതുകൊണ്ട് അവളെ കാണാനായിട്ട് അവനിപ്പോ നാട്ടിലുണ്ട്, ഇനിയിപ്പോ ഒരു 2-3 ആഴ്ച കഴിഞ്ഞിട്ട് അവൻ തിരിച്ചു പോകത്തുള്ളെന്ന്. ഇതൊക്കെ പറഞ്ഞതാണോ ഞാൻ നിന്നെ ഇട്ടുകൊടുത്തു എന്ന് പറയുന്നത്? സ്റ്റാൻലി നീയ, ലാലിച്ച നീയ, ഒരിക്കലും നിന്നെ ഇട്ടുകൊടുത്തിട്ടല്ല. ഈ ഔദക്കുട്ടി സത്യമേ പറഞ്ഞിട്ടുള്ളൂ. ഈ ഔദക്കുട്ടി അത് പറഞ്ഞത് വേറെ ഒരു ദുരുദ്ദേശം കൊണ്ടുമല്ല. നീ ഇവിടെ ആയിരുന്നു, അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. ആ ഒരു സമയത്ത് വൈജയന്തി എന്ന് പറയുന്ന പെണ്ണിനെ അവരുടെ വീട്ടുകാർ പൊക്കിക്കൊണ്ട് പോകാനോ ഉദ്ദേശമെന്നോ അല്ലെങ്കിൽ വേറെ വിവാഹം കഴിപ്പിക്കാനോ ഉദ്ദേശമെന്നോ എന്നൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നടാ. അങ്ങനെ അറിയായിരുന്നെങ്കിലും ഞാൻ എന്ത് ചെയ്യാനാ? എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? എടാ ലാലിച്ച, നീ ഇനി ആ കേസൊക്കെ വിട്ടുകളാ. കഴിഞ്ഞു പോയ കഥകളല്ലേ, അതൊക്കെ എന്തിനാടാ നീ മനസ്സിൽ കൊണ്ട് നടക്കണത്? ഇനി അതൊക്കെ വിട്ടുകളാ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, ഇല്ല, ഒരിക്കലും അത് വിട്ടുകളയാൻ എനിക്ക് പറ്റില്ല. ഞാന് ആഗ്രയിൽ നിന്ന് പോകുന്ന സമയം കൊണ്ട് അവിടെ കുറെ കാര്യങ്ങളൊക്കെ നടന്നു. മാത്രമല്ല, നാട്ടിൽ വെച്ച് എനിക്ക് ആക്സിഡന്റ് നടന്നതും എന്റെ ഫ്രണ്ട് കുര്യച്ചൻ അവൻ മരണപ്പെട്ടതും ഓർക്കുന്നുണ്ടോ? ഞാൻ കോമ സ്റ്റേജിലായതും അന്ന് ആ കേസ് കളിച്ചിരുന്നെങ്കിൽ വ്യക്തമായിട്ട് തെളിഞ്ഞേനെ അതിനു പിന്നിൽ ആരാണെന്ന്. എനിക്കുറപ്പാ, അതിനു പിന്നിൽ വേറെ ആരുമല്ല, അതിനു പിന്നിൽ അങ്ങ് പാലാക്കാര് തന്നെയാ, വൈജയുടെ അപ്പനും ആങ്ങളമാരും തന്നെയാ. കോമ സ്റ്റേജിലെ ഈ സ്റ്റാൻലി കിടന്നത് എത്ര വർഷമാണെന്ന് അപ്പച്ചൻ അറിയാലോ. അന്ന് ഞാൻ അപ്പച്ചനോട് പറഞ്ഞതായിരുന്നു, വേണ്ട വേണ്ട, നമ്മള് തലയൊഴിഞ്ഞു കൊടുത്താൽ ലാസ്റ്റ് നമ്മുടെ തല വെട്ടുക തന്നെ ചെയ്യും, അതുകൊണ്ട് വേണ്ട, ഇതുമായിട്ട് കേസുമായിട്ട് മുന്നോട്ടേക്ക് പോകാന്ന്. അപ്പൊ അപ്പച്ചൻ അതിൽ നിന്നും എന്നെ തെറ്റിച്ച് മാറ്റി വിട്ടു. ഇപ്പോഴോ എന്നിട്ട് എന്താ ഉണ്ടായത്? എന്തുണ്ടായി എന്ന് ചോദിച്ചപ്പോ എന്തുണ്ടാകാനാ? ഒരു കോപ്പുമില്ല, ഒരു ചുക്കുമില്ല, ഒരു ചുണ്ണാമ്പും ഇല്ല. നീ ഇതൊന്നും അറിഞ്ഞിട്ടുമില്ല. ഏതോ ഒരു പെണ്ണ് ജീവിച്ചെവിടെയോ ഇരിപ്പുണ്ട്. അടയ്ക്കാണെങ്കിൽ എടുത്ത് മടി വെക്കായിരുന്നു. ഇത് കമുങ്ങായി, കമുങ്ങ് പൊങ്ങി കമുങ്ങായി. എന്ത് ചെയ്യും? മടിയിലെടുത്ത് കയറ്റി വെക്കാൻ പറ്റുമോ? എടാ, നാട്ടുകാരറിഞ്ഞാൽ എന്താടാ വിചാരിക്കുക? നാണക്കേട് കൊണ്ട് വെളിയിലിറങ്ങി നടക്കാൻ പറ്റുമോ? കൊട്ടാരം മറ്റത്തിലെ കുടുംബചരിത്രം എല്ലാവർക്കും അറിയാന്നുള്ളതാ. ഇതുവരെ ഇങ്ങനെ ഒരു പേരുദോഷം ആരും ഉണ്ടാക്കി വെച്ചിട്ടില്ല. അതിന്റെ കൂടെ നീ ഇനി ആ പെങ്കൊച്ചിനെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്ന് കയറ്റി താമസിപ്പിച്ചു കഴിഞ്ഞാൽ നിന്റെ കുടുംബം കുട്ടിച്ചോറായി പോകില്ലെന്ന് പറഞ്ഞപ്പോഴേക്കും, എന്റെ കുടുംബം കുട്ടിച്ചോറായി പോകുന്നതൊന്നും ഇപ്പൊ ആരും നോക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരു കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ, അതും എന്റെ രക്തത്തിൽ എനിക്കുണ്ടായ ഒരു കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അതിനെ ഞാൻ വിട്ടുകളയുന്നത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? കൊട്ടാരം മറ്റത്തിലെ അഭിമാനവും കൊട്ടാരം മറ്റത്തിലെ നാണക്കേടും ഒക്കെ നോക്കിക്കൊണ്ട് നിന്ന് കഴിഞ്ഞാലേ അതൊരിക്കലും എന്റെ എത്തിക്സിന് നിരക്കാൻ പറ്റാത്തതായി പോകും അപ്പച്ച എന്നാണ് നമ്മുടെ സ്റ്റാൻലി, അതായത് ലാലിച്ചൻ, ഔദക്കുട്ടിയോട് പറയുന്നത്. ഏതായാലും ഇത് കഴിഞ്ഞ് പിന്നെ നേരെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആന്റപ്പനും പൗലോസും കൂടി കാറ് കഴുകി തേച്ച് വെളുപ്പിക്കുകയാണ്.
ആന്റപ്പൻ ചോദിക്കും, അല്ലെന്റെ പൗലോസെ ഇതിനിപ്പൊ എന്തായിരിക്കും? അല്ല, ഈ എടുക്കാത്ത വണ്ടി ഇപ്പൊ എന്തിനായിരിക്കും എടുക്കുന്നത്? എവിടെ പോകാനായിരിക്കും? ചോദിച്ചോണ്ട് അങ്ങോട്ട് ചെന്നാലേ കേക്കും, നല്ലത് കേക്കും. നമ്മൾ എന്തിനാ വെറുതെ വായിലിരിക്കുന്നത് കേൾക്കുന്നത്? അതിന്റെ ആവശ്യമുണ്ടോ എന്ന് പൗലോസ്. അപ്പൊ ആന്റപ്പൻ പറഞ്ഞു, അല്ല, ആ പാലാക്കാരൻ വന്നു പോയതിനു ശേഷമാണല്ലോ ഇവിടെ മൊത്തം മാറ്റം സംഭവിച്ചിരിക്കുന്നത്. ഇതിനെന്തോ ഉണ്ടല്ലോ പൗലോസെ. അപ്പൊ എന്തായിരിക്കും ആ പാലാക്കാരൻ കൊണ്ടുവന്ന ബോംബ്? ആ ബോംബും തപ്പിക്കൊണ്ട് അങ്ങോട്ട് പോ, നമ്മുടെ തലയായിരിക്കും പൊട്ടിത്തെറിക്കാൻ പോകുന്നത്. എന്തിനാ വെറുതെ അതിന്റെ പുറകെയൊക്കെ പോകുന്നത്? അതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല നമുക്ക്. എന്തൊക്കെയോ ഇവിടെ നടക്കണുണ്ട്. അതുകൊണ്ടാണല്ലോ അവതക്കുട്ടിച്ചായൻ ഇവിടെ വന്നതും രണ്ടുപേരും ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇത് നടത്തിയതുമൊക്കെ. ഏതായാലും എന്തോ ഇതിന് പിന്നിലുണ്ട്. കുലുങ്ങാത്ത സ്റ്റാൻലി ചായൻ കുലുങ്ങണമെങ്കിൽ അതിലെന്തോ ഉണ്ടാൻ്റെപ്പ, അതെനിക്ക് നന്നായിട്ട് അറിയാം എന്ന് പൗലോസ്. അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ പറഞ്ഞ് വണ്ടിയൊക്കെ തേച്ച് മിനുക്കി വെളുപ്പിച്ചെടുക്കാണ്. എങ്ങോട്ടേക്ക്? പാലാക്ക് പോകാൻ, നമ്മുടെ സ്റ്റാൻലിക്ക്. ഏതായാലും ഈ ഒരു സമയത്ത് സ്റ്റാൻലി ഇറങ്ങി വരികയാണ് കേട്ടോ. ഏതായാലും ഒരു തലയൊടുപ്പൊക്കെ ഉണ്ട് നമ്മുടെ സ്റ്റാൻലിക്ക്. നല്ല രസമുണ്ട്, അഭിനയമൊക്കെ കേമനായിട്ടുണ്ട്. അങ്ങനെ സ്റ്റാൻലി ഇറങ്ങി വരികയാണ്. സ്റ്റാൻലി ഇറങ്ങി വന്ന ഉടനെ കൂടെ ഒരു പട്ടിയും കൂടി ഉണ്ട്. പട്ടി ചാടി ചാടി സ്റ്റാൻലിയുടെ തലയിലെ പൊക്കത്തൂടെ ചാടിയ പട്ടി ഇറങ്ങി നേരെ മുറ്റത്തേക്ക് വരുന്നത്. സ്റ്റാൻലിയും പുറകെ ഇറങ്ങി വരുന്നുണ്ട്. അങ്ങനെ സ്റ്റാൻലി ഇറങ്ങി വന്നു. അപ്പം ഇവര് സംസാരിക്കായിരുന്നു. മുണ്ടക്ക മടക്കി കുത്തി നിന്നായിരുന്നു ആന്റപ്പനും പൗലോസും കൂടെ സംസാരിച്ചിരുന്നത്. പെട്ടെന്ന് തന്നെ എന്ത് ചെയ്തു? മുണ്ടക്ക താത്തിയിട്ടു. ഏതായാലും ഈ സമയത്ത്, എടാ പൗലോസേ ഇവിടെ വന്നേടാ എന്ന് പറഞ്ഞ് ഭയങ്കര ഒച്ചത്തില്, ഒരു ഗാംഭീര്യ സ്വരത്തില്, കുറച്ച് ദേഷ്യത്തിൽ കുറച്ച് ഗൗരവത്തിൽ ഇങ്ങനെ വിളിച്ചപ്പോഴത്തേക്കും നമ്മുടെ പൗലോസ് ഓടി വരികയാണ്. ഓടി വന്ന ഉടനെ തന്നെ, ഡോറ് തുറക്കടാ, എനിക്ക് വണ്ടി കയറണം, നിങ്ങൾക്ക് അറിയത്തില്ല, നിങ്ങൾ എന്നാ നോക്കിക്കൊണ്ട് നിൽക്കാന്നും പറഞ്ഞ് നേരെ ഇവരുടെ മെക്കിട്ട് കയറിയിട്ട് എടുത്തു വെക്കണ വെട്ടി എന്നും പറയാണ്. അപ്പം കയ്യിൽ എന്തോ ഒരു വെട്ടിയ സാധനങ്ങളൊക്കെ ഉണ്ട്. ഏതായാലും ഇതൊക്കെ അകത്തേക്ക് എടുത്തു വെച്ചു. ആന്റപ്പനും പൗലോസും കൂടെ ചേർന്ന്, ഞാൻ ഒരു സ്ഥലം വരെ പോവുകയാണ്, ചിലപ്പോൾ ഞാൻ 2 ദിവസം കഴിഞ്ഞേ വരത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഡോറ് വലിച്ചൊരൊറ്റ അടയടിച്ചിട്ട് വണ്ടി എടുത്ത് പറപ്പിച്ച് കറക്കി തിരിച്ചൊക്കെയാണ് പോകുന്നത്. ഭയങ്കര സിനിമാറ്റിക് ആണ് കേട്ടോ. അത്രയ്ക്കും രസമുണ്ട് കാണാനായിട്ട്. അങ്ങനെ ആ വലിയൊരു വീട്ടുമുറ്റം അല്ലേ, അതിന് നേരെ വണ്ടി എടുത്ത് കറങ്ങി തിരിഞ്ഞു പോകുന്നു. അപ്പൊ ആ ഒരു സീന്. ഏതായാലും പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അലീനയാണ്. അപ്പൊ അലീന ബാലചന്ദ്രൻ ചായ കുടിച്ച് തീർന്നില്ല. അപ്പൊ ചായ കുടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഒരു പത്രമായിട്ട് വന്നപ്പോ പെട്ടെന്ന് അങ്ങ് പോകാൻ തുടങ്ങിയപ്പോഴത്തേക്ക്, എടി നീ എന്തിനാണ് അവിടെ വന്ന് പതുങ്ങി നിൽക്കുന്നത്, നീ ഇങ്ങോട്ട് കയറുവാടി എന്ന് പറയുമ്പോ, അത് പിന്നെ പത്രം തരാൻ വന്നതായിരുന്നു, അച്ഛൻ ഏതെങ്കിലും ചായ കുടിച്ചില്ലല്ലോ, ഇനിയിപ്പൊ ചായ അവിടെ ഇരുന്ന് തണുത്തു പോകും, ഈ പത്രം കൈ കിട്ടിയ പിന്നെ പത്രം വായിച്ചുകൊണ്ടിരിക്കത്തില്ല, അങ്ങോട്ട് ചായ ഇരുന്ന് തണുത്തു പോകും, അതുകൊണ്ടാണ് ഞാൻ കയറി വരാത്തതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും, ഓ അതാണോ, അതൊക്കെ ഞാൻ എന്തെങ്കിലും ചെയ്ത് ആ പത്രം ഇങ്ങ് തരാൻ പറഞ്ഞ് പത്രമൊക്കെ മേടിച്ചു. ഈ സമയത്ത് അലീന പറഞ്ഞു, അത് പിന്നെ അച്ഛൻ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു, ഇനിയിപ്പം നമ്മൾ വിളിക്കുന്ന നോക്കി ഇരിക്കണോ? അല്ല, അവിടെ നിന്നെങ്ങാണ്ട് ആരോ വിളിക്കും, എന്നെ അവിടെ എടുക്കുമെന്നൊക്കെ അച്ഛൻ പറഞ്ഞല്ലോ, ഇത്രയും ദിവസമായില്ലേ വെയിറ്റ് ചെയ്തിരിക്കുന്നു, ഇപ്പൊ ഇനി വെയിറ്റ് ചെയ്തിരിക്കേണ്ട ആവശ്യമുണ്ടോ? ഞാൻ വേറെ എവിടെയെങ്കിലും ജോലി അന്വേഷിക്കത്തില്ല, ഞാൻ വേറെ എങ്ങോട്ടേലും പൊക്കോളാന്ന് പറഞ്ഞപ്പോഴത്തേക്കും കോലി വന്നു കേട്ടോ നമ്മുടെ ആർക്ക്, ബാലചന്ദ്രൻ. എന്താടി നീ പറയുന്നത്? നിനക്ക് ഇപ്പൊ ഇവിടെ നിന്ന് പോയിട്ട് എന്നാ എടുക്കാനാ? 2 ദിവസം കൂടി ഇവിടെ നിന്നോർത്തോണ്ട് വല്ല ഇടുത്തി വന്ന് നിന്റെ തലയിൽ വീഴുവോ? നീ എന്നതാടി ഈ പറയുന്നത്? നിനക്ക് ഇപ്പൊ തന്നെ പോണം അങ്ങോട്ട്? പോണം എന്നൊരു ചിന്തയല്ലാതെ നിനക്ക് എന്താടി ഉള്ളത് എന്നൊക്കെ ചോദിച്ചു ദേഷ്യപ്പെട്ടപ്പോ, അച്ഛൻ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ഞാൻ ഉള്ള കാര്യമല്ലേ പറഞ്ഞത്. എന്തുള്ള കാര്യം? നീ ഇവിടെ 2 ദിവസം അല്ലെങ്കിൽ 1 മാസം കൂടെ നിന്നോർത്തോണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, നീ മര്യാദയ്ക്ക് നിന്നോണം, നിനക്കിപ്പോ ഇവിടുന്ന് പോയിട്ട് എന്ത് കിട്ടാനാടിന്ന് ചോദിച്ചപ്പോ, അതിന് മേഡം ഇങ്ങോട്ടേക്ക് വന്നിട്ട് എന്തുണ്ടാക്കാനാ, അവൾ ഇങ്ങോട്ടേക്ക് വന്നിട്ട് എന്ത് ചെയ്യാനാണെന്ന് ഞാൻ ചോദിച്ചത്. അല്ല, ഞാൻ എത്ര നാളായി ഇങ്ങനെ എല്ലാരോടും ഇന്ന് പോകും നാളെ പോകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് അച്ഛാ. ഇന്ന് പോകും നാളെ പോകുന്നു പറഞ്ഞോട്ട് നീ നിൽക്കൊന്നും വേണ്ട, എന്നാ നീ ഇപ്പൊ അങ്ങോട്ട് ഇറങ്ങിപ്പോക്കോ. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം അലീന, നിന്റെ മനസ്സിലിരിപ്പുണ്ടല്ലോ എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നീ ഇവിടുന്ന് പോയി കഴിയുമ്പോഴത്തേക്കും അവളെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്ന് സപ്രമാഞ്ചക്കട്ടിലേക്ക് കയറ്റി കിടത്തുന്ന നിന്റെ ഉദ്ദേശമെങ്കിൽ അതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. അതൊന്നും നടക്കാത്ത സംഭവങ്ങളാ, അതൊന്നും ഒരിക്കലും ഉണ്ടാകാൻ പോകുന്നില്ല. നീ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്നത് എന്താണെന്ന് ഞാൻ നിന്നോട് പറഞ്ഞു തന്നിട്ടുള്ളതല്ലേ. അയ്യോ അച്ഛൻ പതുക്കെ സംസാരിക്കുക, അച്ഛൻ എന്തിനാ ഇതുപോലെ ഒച്ച ഉണ്ടാക്കുന്നത്? ഞാൻ അച്ഛനോട് പോകുന്ന കാര്യമല്ലേ പറഞ്ഞത്, അതിനിപ്പോ അച്ഛൻ ഇതിന് മാത്രം പ്രശ്നം ഉണ്ടാക്കേണ്ട എന്ത് കാര്യമുള്ളത്? പിന്നെ പ്രശ്നം ഉണ്ടാക്കാതെ ഞാൻ എന്തേലും ഒന്ന് കാര്യം എവിടെയെങ്കിലും കൊണ്ട് എത്തിക്കാൻ നോക്കുമ്പോഴത്തേക്കും ഓരോന്നിനും അഹങ്കാരം എന്ന് പറഞ്ഞുകൊണ്ട് അപ്പൊ അലീന പറഞ്ഞു, ഞാനൊന്നും പറഞ്ഞില്ലേ, ഞാൻ അങ്ങ് പോയേക്കാം, തീർന്നില്ലേ പ്രശ്നം? ഞാനൊന്നും പറഞ്ഞില്ലേ എന്ന് പറഞ്ഞ് ആ ചായ ക്ലാസ് മേടിച്ചോണ്ട് നമ്മുടെ അലീന അവിടെ സ്ഥലം വിട്ടു കേട്ടോ. ബാലചന്ദ്രനാണെങ്കിലും നെട്ടോട്ടം ഓടിക്കൊണ്ട് നടക്കാം. അപ്പൊ അതിന്റെ ഇടയിൽ അലീന ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ എങ്ങനെയാ ബാലചന്ദ്രൻ സഹിക്കുന്നത്? ഏതായാലും ഇത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അലീനയെ തന്നെയാണ്. അലീന വീണ്ടും ഒരു ചായയൊക്കെ ആയിട്ട് വരുന്നുണ്ട്.
അങ്ങനെ ബാലചന്ദ്രന്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് അച്ഛാ പോകാറായില്ലേ അച്ഛാ, അവിടെ രോഹിത് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു, അവനും അച്ഛന്റെ കൂടെ വരുന്നുണ്ടെന്നാ പറഞ്ഞത്. അവൻ ഇന്നും എന്റെ കൂടെ വരുന്നുണ്ടോ? ആ അച്ഛന്റെ കൂടെ വരുന്നുണ്ടെന്നാ പറഞ്ഞു. അവൻ പുറത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുക, പോകാറായില്ലേ എന്ന് ചോദിക്കുമ്പോ പോകാറായി, ഞാനിപ്പോ ഇറങ്ങുക, അവനോട് അവിടെ നിൽക്കാൻ പറ എന്നൊക്കെ പറഞ്ഞു. അലീന എന്നിട്ട് അങ്ങ് ചായയൊക്കെ കൊണ്ടു കൊടുത്തിട്ട് അങ്ങ് പോയി. ഏതായാലും ഈ ഒരു സമയത്താണ് നമ്മുടെ സ്റ്റാൻലി വിളിക്കുന്നത് ആരെ, ബാലചന്ദ്രനെ. അങ്ങനെ ഫോൺ എടുത്തു. ഫോണ് ഒരു റിങ് നമ്മുടെ ബാലചന്ദ്രന്റെ ഫോണിൽ റിങ് വന്നപ്പോഴത്തേക്ക് ഫോൺ എടുത്ത് മിസ്റ്റർ ബാലചന്ദ്രൻ അല്ല സോറി മിസ്റ്റർ ബാലചന്ദ്രൻ അല്ല ഐ എം ബാലചന്ദ്രൻ എന്നിങ്ങനെ സംസാരിച്ചു. ഇങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്കും മിസ്റ്റർ ബാലചന്ദ്രൻ, ഞാന് സ്റ്റാൻലി ആണ്, മനസ്സിലായോ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു മനസ്സിലായി എന്താ സ്റ്റാൻലി എന്ന് ചോദിച്ചപ്പം, അതെ ഇപ്പൊ എവിടെയാ മിസ്റ്റർ ബാലചന്ദ്രൻ ഉള്ളത്? ഞാനിപ്പോ പാലയിലേക്ക് വന്നോണ്ടിരിക്കുകയാണ്, ഒരു അര മണിക്കൂർ കഴിഞ്ഞ് ഞാനിപ്പോ പാലയിൽ എത്തുന്നു പറഞ്ഞപ്പോഴത്തേക്കും അപ്പൊ ഇങ്ങോട്ടേക്ക് താങ്കൾ വന്നോണ്ടിരിക്കുകയാണോ? എനിക്ക് ഒന്ന് ബാലചന്ദ്രനെ കണ്ട് കുറച്ച് സംസാരിക്കാനുണ്ട്. ബാലചന്ദ്രൻ എപ്പോഴാണ് ടൈം ഉള്ളതെന്ന് പറഞ്ഞാൽ മതി എന്ന് പറയുമ്പോൾ, എനിക്ക് പ്രത്യേകിച്ച് ടൈം കുറവൊന്നുമില്ല, എപ്പോഴാണെങ്കിലും താങ്കളുടെ സൗകര്യം എപ്പോഴാണോ അപ്പൊ ഞാനും വരാം. എവിടെ വെച്ചാ സംസാരിക്കേണ്ടത്? ഇങ്ങോട്ടേക്ക് വീട്ടിലേക്ക് വരികയാണോ? എന്താ എങ്ങോട്ടേക്കാ വരേണ്ടതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും, വീട്ടിലേക്ക് ഞാൻ വരുന്നില്ല, ഞാനിവിടെ ഒരു ഹോട്ടൽ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്, അങ്ങോട്ടേക്ക് ബാലചന്ദ്രൻ ഞാൻ എത്തുമ്പോൾ വിളിച്ചേക്കാം. ബാലചന്ദ്രന് സൗകര്യം ഉണ്ടെങ്കിൽ അസൗകര്യം ഉണ്ടെങ്കിൽ വരണ്ട, സൗകര്യം ഉണ്ടെങ്കിൽ എപ്പോഴാണെങ്കിലും ഇന്ന് ഒരു അരമണിക്കൂറിനുള്ളിൽ ഞാൻ പറയുന്ന ഹോട്ടലിൽ വന്നാൽ ഞാൻ അവിടെ ഉണ്ടാകും, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, അതിനിപ്പോ എന്താന്ന് ചോദിച്ചിട്ട് നമ്മുടെ ബാലചന്ദ്രൻ ഫോണും കട്ട് ചെയ്തു. ഏതായാലും അലീനയുടെ ആ ഒരു ഇത് ആകാറായെന്ന് തോന്നുന്നു, അലീനയ്ക്ക് നമ്മുടെ ബാലചന്ദ്രന്റെ അടുത്തുനിന്ന് പോകാറായെന്ന് തോന്നുന്നു. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോണൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ ബാലചന്ദ്രൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോഴത്തേക്കും അലീന വന്നിട്ട് ചോദിക്കുക, അല്ല അച്ഛൻ എന്തോ പറ്റി? അച്ഛൻ എന്തോ ഓക്കെ ആണോ? എന്തോ പറ്റി? ഞാൻ ചായ തന്നിട്ട് പോകുന്നത് വരെ കുഴപ്പമില്ലായിരുന്നു, ഇപ്പൊ എന്തോ പറ്റി എന്ന് പറയുമ്പോ, ഞാൻ ഓക്കെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, പിന്നെ കടയിൽ എന്തോ ഒരു ചെറിയൊരിത് അതായിരിക്കും. ആയിരിക്കും. അല്ല അച്ഛൻ അങ്ങനെ കടയിലെ കാര്യങ്ങൾ വീട്ടിൽ കൊണ്ടുവരുന്ന ആളല്ലല്ലോ, പിന്നെ എന്താ സംഭവിച്ചത്? ഏതാണെങ്കിലും അച്ഛൻ പറഞ്ഞതുപോലെ ആട്ടെ, അങ്ങനെ ആവട്ടെ. ഓഹോ, ഇത് നിനക്ക് വിശ്വാസം ആയില്ലല്ലേ ഞാൻ പറഞ്ഞത്? ഏതായാലും വിശ്വാസം ആകണ്ട, ഇനി ഇവിടെ നിന്നാ ശരിയാവത്തില്ല, നിന്നെ വിശ്വസിപ്പിക്കുന്ന കാര്യം ഞാൻ പിന്നീട് ആലോചിക്കാം, ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുകയാണെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ബാലചന്ദ്രൻ ഇറങ്ങാൻ തുടങ്ങുകയാണ് കേട്ടോ. ഏതായാലും ബാലചന്ദ്രൻ ഇറങ്ങാൻ തുടങ്ങുമ്പോൾ അലീന നിന്ന് നോക്കുന്നുണ്ട്. അലീനയ്ക്ക് മനസ്സിലാവുന്നുണ്ട് എന്തോ സംതിങ് റോങ് ഉണ്ട് കേട്ടോ. നമ്മുടെ ബാലചന്ദ്രൻ എന്തൊക്കെയോ ആലോചിച്ച് ഭയങ്കര ടെൻഷൻ അടിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് വീണ്ടും ബാലചന്ദ്രൻ ഒരു കോള് വരികയാണ്. ബാലചന്ദ്രൻ കോൾ എടുക്കുകയാണ്. കോൾ എടുത്തിട്ട് നമ്മുടെ സ്റ്റാൻലിയോട് തന്നെയാണ് സംസാരിക്കുന്നത്. അങ്ങനെ സ്റ്റാൻലി അവിടെ നിന്ന് സ്റ്റാൻലി ഹിയർ എന്ന് പറഞ്ഞപ്പം മനസ്സിലായി, പറഞ്ഞോന്ന് ഇങ്ങനെ പറയാം. അപ്പോഴത്തേക്കും ഹോട്ടലിന്റെ പേര് സഹിതം പറയാണ്. എന്നിട്ട് ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട്, നിങ്ങൾക്ക് അറിയാമോ ആ ഹോട്ടൽ എന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് അറിയാം ആ ഹോട്ടല്, എന്റെ ഫ്രണ്ടിന്റെ ഹോട്ടലാണ്, റൂം നമ്പർ എത്രയാന്ന് ചോദിക്കുമ്പോൾ റൂം നമ്പർ പറഞ്ഞു കൊടുക്കുന്നു. അപ്പോഴത്തേക്കും സ്റ്റാൻലി പറയാം, ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാണ്, പെട്ടെന്ന് വന്നേക്കൂ എന്ന് പറഞ്ഞ് ഫോണും കട്ട് ചെയ്യുന്നുണ്ട്. വീണ്ടും ഫോൺ വെച്ചിട്ട് എന്തൊക്കെയോ ആലോചിക്കുന്നുണ്ട് നമ്മുടെ ബാലചന്ദ്രൻ. അത് അലീന ആ ഒരു മിറർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്ലാസ്സിൽ കൂടി കാണുകയാണ്. അപ്പൊ പെട്ടെന്ന് നമ്മുടെ അലീന വന്നു. അലീന വീണ്ടും വന്നിട്ട് എന്നും പറഞ്ഞ് ഇങ്ങനെ ഗ്ലാസ്സിൽ കൊട്ടിയിട്ട് ഗ്ലാസ് അപ്പോഴത്തേക്കും തുറന്നു ബാലചന്ദ്രൻ. അപ്പൊ അലീന ചോദിച്ചു, എന്ത് പറ്റി അച്ഛാ? അതെ ഞാനെന്തോ മറന്നു. എന്താ അച്ഛാ മറന്നത്? എന്താണ് നീ ഓർക്കുന്നില്ല, പക്ഷെ എന്തോ മറന്ന പോലെ എനിക്ക് തോന്നുക. നീ എന്റെ റൂം ഒന്ന് ലോക്കാണെന്ന് പോയി നോക്കിക്കേ. അതിന് അച്ഛൻ റൂം ലോക്ക് ചെയ്യാറില്ലല്ലോ. അതാ ഞാൻ പറഞ്ഞത് ഒന്ന് നോക്കാന്. അത് ലോക്ക് ചെയ്തിട്ട് കീ എവിടെയോ ഞാൻ വെച്ചു, ഒന്ന് പോയി നോക്കിക്കേ. ഞാൻ പോയി നോക്കാന്ന് പറഞ്ഞുകൊണ്ട് അലീന അവിടെ നിന്ന് പോവാണ്. അപ്പൊ അലീന അവിടെ നിന്ന് നൈസായിട്ട് പറഞ്ഞു വിട്ടതാണ് കേട്ടോ. ബാലചന്ദ്രന് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയോ ഒരു മരവിപ്പ് പോലെയാണ്. എന്താ പറയാ, വല്ലാത്തൊരവസ്ഥയിലാണ് ബാലചന്ദ്രൻ ഉള്ളത്. ഈ സമയത്ത് ഗോവർദ്ധനെ വിളിച്ചിട്ട് വരാൻ പറയുന്നുണ്ട് ബാലചന്ദ്രൻ. ഗോവർദ്ധന്റെ കാര്യങ്ങളൊക്കെ അറിയാലോ. അപ്പം ഗോവർദ്ധനെ വിളിച്ചിട്ട് എത്രയും പെട്ടെന്ന് വരണം, ഇങ്ങോട്ടേക്ക് വരാൻ പറയുകയാണ്. എന്നിട്ട് വണ്ടി അങ്ങ് വിട്ടും പോയി. അലീന വന്നു കഴിഞ്ഞപ്പോൾ വണ്ടി അങ്ങ് വിട്ടും പോയി. അലീന ഇത് എന്ത് പറ്റി അച്ഛനെ എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പൊ ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രേവതിയുടെ അമ്മേനെയാണ്. കുറെ നാളായില്ലേ നിങ്ങൾ രേവതിയുടെ അമ്മേനെയും കണ്ടിട്ട്. അപ്പൊ രേവതിയുടെ അമ്മയാണ്. അപ്പോഴത്തേക്ക് അലീന വിളിച്ച് ഇങ്ങനെ ഫോണിൽ നോക്കിയപ്പോ അമ്പടി കേമിയ ഇവള് ഇപ്പോഴാണല്ലോ വിളിക്കുന്നത്. എന്നിട്ട് ഫോൺ എടുത്തിട്ട് ഹലോ എന്ന് വെച്ചപ്പോഴത്തേക്കും അലീന, കള്ളിപ്പെണ്ണെ നീ എന്തെടുക്കോ പൂച്ചക്കുഞ്ഞെ? അതെ ഞാനേ പഠിക്കായിരുന്നേ. ഓ നീ പഠിക്കായിരുന്നോ? അച്ചോ, ഞാൻ വിളിച്ച് ശല്യപ്പെടുത്തിയോ നിന്നെ? കുഴപ്പമായി പോയോ? ഒന്ന് പോ ചേച്ചി, എനിക്ക് നാണം വരുന്നത്. എന്താ ഇങ്ങനെ കൊഞ്ചിക്കുന്നത്? അമ്മ ഇവിടെ നോക്കി നിൽക്കാണ് കേട്ടോ. അമ്മ കാണട്ടെ, അതിനിപ്പോ എന്താ? ഞാന് ഈ കള്ളിപ്പെണ്ണിനെ ഇങ്ങനെയാ കൊഞ്ചിച്ച് കൊണ്ട് നടക്കുന്നത് അമ്മ അറിയട്ടെ. വലിയ വർത്താനൊന്നും പറയണ്ട കേട്ടോ. എത്ര ദിവസമായി എന്നെ വിളിച്ചിട്ട്? എത്ര ദിവസമായി പറ, എത്ര ദിവസമായി വിളിച്ചിട്ട്? പറ.
ഇന്നലെ വിളിച്ചോ? ഇല്ല. മിനിങ്ങാന്ന് വിളിച്ചോ? ഇല്ല. എന്നിട്ടാണോ? 2 ദിവസമായില്ലേ? ഓ, ഈ 2 ദിവസം. ദേ, ഒരു കാര്യം ഞാൻ പറയാം. മിന്നാ മിന്നി മഞ്ഞത്തുമ്പി ഒറ്റക്കണ്ണി ഒറ്റത്തലിച്ച് നിന്നോട് ഞാൻ പറഞ്ഞിട്ടല്ലേടി പോയത് ഞാനൊരു യാത്ര പോവുകയാണെന്ന്. 2 ദിവസം ബിസി ആയിരിക്കും, തിരിച്ചു വന്നിട്ട് വിളിക്കത്തേ ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞല്ലേടി. എന്നിട്ട് പരാതി പറയുന്നോടി കള്ളി. അത് പിന്നെ ഇപ്പൊ എത്ര ദിവസമായെന്ന് അറിയാമോ അലീന ചേച്ചി? അലീന ചേച്ചി ഇന്നലെയാണോ തിരിച്ചു വന്നത്? അല്ലല്ലോ, മിനിങ്ങാന്നാണോ തിരിച്ചു വന്നത്? അതിനു മുമ്പേ വന്നില്ലേ അലീന ചേച്ചി? ഓഹോ, ഇതൊക്കെ നിനക്ക് എങ്ങനെ അറിയാം? ഇവിടെ നീ സ്പൈ വർക്കിന് ആളെ വെച്ചിട്ടുണ്ടോടി? മൈൻഡ് റീഡിംഗ് എന്ന് പറയത്തില്ലേ, ചേച്ചിയുടെ മനസ്സേ എനിക്ക് വായിക്കാൻ പറ്റുന്നേ. ഓ, ഭയങ്കരം തന്നെ. അത് ഭയങ്കര മൈൻഡ് റീഡിംഗ് ആയി പോയല്ലോ. അല്ല, നിന്റെ എക്സാം തുടങ്ങിയോടി? അത് പിന്നെ നാളെ തുടങ്ങും ചേച്ചി. നന്നായിട്ട് പഠിച്ചോ നീ? പഠിച്ചോണ്ടിരിക്കുക ഞാന്. പഠിക്കണം. പിന്നെ നീ ഹാപ്പി ആണോ? ഹാപ്പി ആണോന്ന് വെച്ചാൽ ഞാൻ ഹാപ്പിയാ. ചേച്ചി ഹാപ്പിയാണോ? ഞാനും ഹാപ്പിയാന്നേ. അപ്പം എന്നോട് ഇഷ്ടല്ലേ ചേച്ചിക്ക്? അതെല്ലോ, ഇഷ്ടമാണല്ലോ. അപ്പൊ ഒത്തിരി ഇഷ്ടല്ലേ? നിന്നോട് ഒത്തിരി 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 ഇഷ്ടം. നീ എന്റെ പൂച്ചക്കുഞ്ഞല്ലേ, എന്റെ കിളിക്കുഞ്ഞല്ലേ, നിന്നോട് ഞാൻ എങ്ങനെ ഇഷ്ടപ്പെടാതിരിക്കും? അതെ, ചേച്ചി വിളിച്ചില്ലെങ്കിലേ എനിക്ക് സങ്കടാവും. അതുകൊണ്ടല്ലേ ഞാൻ നിന്നെ വിളിച്ചത്. എനിക്കറിയാം നിനക്ക് സങ്കടാവുന്ന്. അത് ചേച്ചി ഇവിടുന്ന് പോവാന്ന് പറഞ്ഞിട്ട് അത് വേണ്ടാന്ന് വെച്ചോ? അത് പിന്നെ മോളെ, പോണം. ചേച്ചിക്ക് ഇവിടുന്ന് പോയേ പറ്റത്തുള്ളൂ. അത് പിന്നെ വേണ്ട ചേച്ചി, ഇവിടുന്ന് പോവണ്ട. ചേച്ചി ഇവിടുന്ന് പോവാന്ന് ഓർക്കുമ്പോ തന്നെ ഭയങ്കര വിഷമം വരുവാന്ന് എനിക്ക്. അതുകൊണ്ടാ പറഞ്ഞത് പോവണ്ടാന്ന്. സാരമില്ലടി മോളെ, എവിടെ പോയാലും ഞാൻ നിന്നെ കാണാനായിട്ട് വരും. അല്ല, എവിടെ കാണാൻ വരും എന്നെ? പറ, നാളെ എന്നെ കാണാൻ വരാൻ പറ്റുമോ? നാളെ കാണാൻ വരാൻ പറ്റത്തില്ല, പിള്ളേർക്ക് എക്സാം തുടങ്ങുമല്ലേ. ഞാനൊരു കാര്യം ചെയ്യാം, അടുത്ത ആഴ്ച വരാം. അപ്പൊ വരുവോ? വരണേ, ഉറപ്പായിട്ടും വരുമല്ലോ അല്ലേ? വരാന്നേ, ഉറപ്പായിട്ടും വരാന്നേ. അതെ, നിന്റെ അമ്മ എവിടെ നിപ്പുണ്ടോ? എന്നാ പിന്നെ അമ്മയ്ക്ക് ഒന്ന് ഫോൺ കൊടുത്തേന്ന് പറഞ്ഞു. ഇപ്പൊ പറഞ്ഞു അമ്മയ്ക്ക് ഞാൻ ഫോൺ കൊടുക്കാന്ന് പറഞ്ഞു. ഏതായാലും ഈ സമയത്ത് അലീന അല്ല, രേവതിക്കുട്ടി ചോദിച്ചു. രേവതിക്കുട്ടി അല്ല, സോറി, ശരണ്യാണ് കേട്ടോ. എന്റെ ദൈവമേ, പേരൊന്ന് തെറ്റിപ്പോയെങ്കിൽ ക്ഷമിച്ചേക്കണേ. ശരണ്യാണ്, രേവതിക്കുട്ടി അല്ലേ? അയ്യോ, ഞാൻ ആദ്യം രേവതിക്കുട്ടിയാണോ പറഞ്ഞേന്നൊരു ഡൗട്ട്. രേവതിക്കുട്ടി അല്ല, ശരണ്യാണ് കേട്ടോ. അപ്പൊ എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കണേ. ഏതായാലും ഈ സമയത്ത് നമ്മുടെ അലീനയുടെ അല്ല, ശരണ്യയുടെ അമ്മയുടെ കൈ കൊടുത്തിട്ട് അലീന ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ആ ഒരു സീൻ കാണിച്ചിട്ടാട്ടെ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഒന്നുകൂടി എടുത്ത് പറയാണ്, ഞാൻ പേരൊന്ന് മാറ്റി പറഞ്ഞു, ഒന്ന് ക്ഷമിച്ചേക്കണം, ഒന്ന് പുറത്തേക്കണം കേട്ടോ. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ച് നിർത്തുന്നത്. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ.